ദൈവം തന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാൻ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആരെങ്കിലും വായിക്കുക? യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. 10:9. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ 2 വാക്യങ്ങളിൽ നാം കാണുന്ന 2 പദങ്ങൾ യോഹന്നാൻ 3:16 നാം വായിച്ചത് ഇങ്ങനെയാണ്: ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കേണ്ടതിന്. നമ്മളിവിടെ വായിച്ചത് യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നശിച്ചു പോകുക, രക്ഷിക്കപ്പെടുക. ദുഷ്ടപിശാചിൻ്റെ പണി എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നശിപ്പിക്കാനായി പല കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെ നശിക്കുക എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ഭൂമിയിലെ നാശമല്ല, ജീവനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് അവൻ നശിച്ചു പോകുക. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരാൾ പോലും നശിച്ചു പോകരുത് എന്നുള്ള ആഗ്രഹത്തിലാണ്. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഒരാൾ പോലും, നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, ഈ സെൻറ്ററിലേക്ക് നിങ്ങൾ കടന്നു വന്നത് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്നിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും നിങ്ങൾ കേൾക്കണം. കാര്യം എന്താ? ദൈവത്തിൻ്റെ ആഗ്രഹം ഒരാൾ പോലും നശിച്ചു പോകരുത്. രണ്ടാമത് നമ്മൾ വായിച്ചെന്താണ്? യേശുക്രിസ്തുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടും. നശിച്ചു പോകും, അല്ലെങ്കിൽ രക്ഷപ്പെടും. നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികമാണ്. ഈ ഭൂമിയിലുള്ള ജീവിതം കുറച്ച് കാലത്തേക്കാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ലോകത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വെള്ളത്തിലെ കുമിള പോലെ, നിഴലുപോലെ, രാവിലെ മുളച്ചു വന്നിട്ട് വൈകിട്ട് വാടിപ്പോകുന്ന പുല്ലിനെ പോലെ. മനുഷ്യൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണ്. എന്തുകൊണ്ട് ഹ്രസ്വം എന്ന് പറയുന്നു? മനുഷ്യൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് പറഞ്ഞൊരു വാക്കാണ് നിത്യത. ആ അളവൊന്ന് നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ, താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ വെച്ചാണ് നാം നമ്മുടെ രക്ഷ കണ്ടെത്തേണ്ടത്. ഇതിന് ശേഷം അങ്ങനെ ഒരു പരിപാടിയില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് നൽകാൻ ഈ ജീവിതത്തിൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:19 വാക്യം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ കാലഘട്ടത്തിൻ്റെ കഷ്ടം അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത്, ഏതൊരു ക്രിസ്തീയ പ്രസംഗം ടി വിയിൽ വെച്ചാലും ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ പോയി കേൾക്കാൻ നിന്നാലും ഒരു 95% പ്രസംഗങ്ങളും ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ്. എന്താ വായിച്ചത്? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്താ കാര്യം? നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ നമുക്കൊന്ന് വായിക്കാം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. യേശു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത്
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഗുരു, യജമാനനെ ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ സഹോദരനുമായിട്ട് സ്വത്ത് പങ്കിടാൻ അങ്ങൊന്ന് ഇടപെടണം. അങ്ങ് ഗുരുവാണ്, എല്ലാവർക്കും അങ്ങയോട് ബഹുമാനമുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാം. ഒരു പക്ഷേ ഇതായിരിക്കും സംഭവം. അപ്പൻ മരിച്ചുപോയി, 2 മക്കളാണുള്ളത്. അപ്പന് കുറച്ച് സ്ഥലമുണ്ട്. ഈ മൂത്ത സഹോദരൻ ഈ സ്വത്തൊക്കെ കൈക്കലാക്കി. ഈ ഇളയ സഹോദരനുള്ള പങ്ക് കൊടുക്കുന്നില്ല. അതായിരിക്കാം സംഭവം. അപ്പോഴാണ് ഇദ്ദേഹം വന്ന് പറയുന്നത്, എൻ്റെ സഹോദരനോട് അങ്ങ് വന്നൊന്ന് പറയണം, എനിക്ക് കിട്ടാനുള്ള സ്വത്ത് അവന് കൊടുക്കുക. നീ എന്തിനാണ് അന്യായമായത് പിടിച്ചു വെച്ചിരിക്കുന്നത്? അത് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച്. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിനക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. വളരെ സ്നേഹത്തോടെയാണല്ലോ പറയുന്നത്. നല്ല മറുപടിയാണല്ലോ പറയുന്നത്. ആണോ? ശ്രദ്ധിച്ചോ? മറുപടി ശ്രദ്ധിച്ചോ? ഒന്നുകൂടി വായിച്ചേ. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിനക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. അത്ര സന്തോഷത്തോടെയോ നല്ല രീതിയിലോ അല്ല മറുപടി. മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആരാണ്? സ്നേഹത്തോടെ പറയുന്ന കാര്യമല്ല, ഒരു തർജ്ജനമാണ്, ഒരു തിരുത്തലാണ്. അപ്പം ചോദ്യം, എന്നെ ന്യായകർത്താവാക്കിയത് ആരാണെന്നറിയണമെങ്കിൽ നമുക്ക് അടുത്ത വാക്യമായി. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ദ്രവ്യാഗ്രഹമാണ് യേശു ക്രിസ്തുവിനെ ന്യായകർത്താവാക്കാൻ കാരണമായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒന്നുകൂടി വിശദമാക്കാം. മനുഷ്യന് ഒറ്റ ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവൻ്റെ രക്ഷ കിട്ടണം, അല്ലെങ്കിൽ അവൻ നശിച്ചു പോകും. അതാണ് ആദ്യം നമ്മൾ വായിച്ചത്. രക്ഷിക്കുവാൻ വേറെ ആർക്കും കഴിയില്ല, കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ. അപ്പോൾ ഏറ്റവും വലിയ കാര്യം ചെയ്യാനായി വന്ന യേശുവിനോട് ഇങ്ങനെ പറയുന്ന പണി എന്താണ്? സ്വത്ത് പങ്കിടാൻ സഹായിക്കുമെന്ന്. ഈ വീട്ടിലെ ഇളയ കുഞ്ഞിനെ ഈ വീട്ടിലെ സഹോദരി അടുത്തിരുത്തിക്കൊണ്ട്, ഇപ്പോൾ ഇല്ല, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ, ഞാൻ എറണാകുളത്താണ് എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ അമ്മയൊക്കെ മുറ്റത്തിരുന്നാണ് മീൻ വെട്ടിയത്. അപ്പോൾ ഈ കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു പൂച്ച ഒരു നല്ല കഷ്ണം മീൻ എടുത്തുകൊണ്ട് ഓടിപ്പോയി. പൂച്ച എറിയാൻ നോക്കിയപ്പോൾ കല്ലൊന്നും കിട്ടാനില്ല. ഈ അമ്മ ഈ കുഞ്ഞിനെടുത്ത് എറിയോ? അതെന്താ കാര്യം? കുഞ്ഞ് ചങ്കാണ്, കുഞ്ഞ് ഹൃദയമാണ്, കുഞ്ഞ് മൂല്യമുള്ളതാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ ഇറങ്ങി വന്നപ്പോൾ അവൻ യേശുവിനെ ഉപയോഗിക്കുന്നത് തൻ്റെ സാമ്പത്തിക കാര്യത്തിലാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ന്യായമായി ജീവിക്കാനുള്ളതൊക്കെ തരും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ ഉപവാസവും നമ്മുടെ സന്ദേശവും ഇതാണെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. മനസ്സിലായോ? യേശു നമ്മളെ സഹായിക്കും. ഈ ബൈബിളിൽ 2 വാക്കുണ്ട്, വരാനുള്ളത്, ഇപ്പോഴുള്ളത്. വരാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല. വരാനുള്ളത്, ഇപ്പോഴുള്ളത്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ എഴുതിയതുമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. വരാനുള്ളതിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രശ്നം ഈ കാലത്തിലെ കാര്യങ്ങളാണ് നമ്മുടെ വിഷയം. വരാനുള്ളത് യാഥാർത്ഥ്യം, ഇത് താൽക്കാലികം, ഇത് നിഴല്, വരാനുള്ളത് പൊരുള്.
എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ വലുതായി തോന്നുന്നത്? വരാനുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പന്നി നടക്കുന്നത് എങ്ങനെയാണെന്ന്? എപ്പോഴെങ്കിലും തല ഉയർത്തിയെ കണ്ടിട്ടുണ്ടോ? ഉയർത്തു. അവസാനം ഇതിനെ കൊല്ലാൻ വേണ്ടി അതിനെ കാല് കെട്ടിയിട്ട്, ഇവിടെ ആ രീതിയില്ല, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ കാല് കെട്ടും. 2 കാല് കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കമ്പിടും. എന്നിട്ട് 2 പേര് ചുമന്നിടും. അപ്പോൾ മാത്രം അത് മുകളിലേക്ക് നോക്കും. വരാനുള്ളത് പ്രത്യാശ. നമ്മുടെ ദൈവം ആരാ? വിശ്വസ്തൻ. ഞാൻ ഇതിൻ്റെ പുറകെ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പുറകെ പോകുന്നവനായിരിക്കരുത്. ഇവിടെ എന്താ പറഞ്ഞത്? ഹേ മനുഷ്യ, ഞാൻ സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് നിനക്ക് വീട് വെച്ച് തരാനും കാറ് ഉണ്ടാക്കി തരാനും അല്ല ഞാൻ വന്നത്, നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന. അപ്പം നീ എന്താ പറയുന്നേ? എൻ്റെ സഹോദരനുമായിട്ട് സ്വത്ത് പങ്കിടാൻ നീ ഒന്ന് ഇടപെടണം. ഇനി സങ്കടം അതല്ല, എന്തിനെക്കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോഴാണ് ഇയാൾ ഈ കാര്യം പറയുന്നത്? അതിൻ്റെ മുകളിലേക്ക് പോകാം. 6 മുതൽ താഴോട്ട് വായിക്കും. 12, 6 മുതൽ താഴോട്ട്. 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. 2 കാശിന് 5 കുരുവികളെ വിൽക്കുന്നില്ലേ? ആ കണക്ക് എങ്ങനെ ശരിയാകുന്നത്? 2 കാശിന് 5. അപ്പോൾ ഒരു കുരുവിക്ക് എങ്ങനെ വില വരും? 4 ആണെങ്കിൽ ശരിയാവും. ഒരു കാശ് ഒരു കുരുവിക്ക്. അപ്പോൾ 2 കാശ് 4 കുരുവി കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കണക്ക്, 5 ആണ്. അതെങ്ങനെയാണ്? അത് പറയുന്നത് ഇങ്ങനെയാണ്: 1 കാശിന് 2 കുരുവി, 2 കാശിന് 4 കുരുവി. അപ്പോൾ 2 കാശിന് വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ. അതാണ് 5 കുരുവി. നമ്മൾ മാർക്കറ്റിൽ കാണാറില്ലേ, 2 കിലോ മുന്തിരി 100 രൂപ, 1 കിലോ മുന്തിരി ആണെങ്കിൽ 60 രൂപ. 5ാമത്തെ കുരുവി എന്ന് പറയുന്നത് ഔദാര്യമായിട്ട് കിട്ടിയതാണ്. അതിന് വില പോലുമില്ല. ആ കുരുവിയെ ആര് കരുതുന്നു? കർത്താവ് കരുതുന്നു. അടുത്ത വാക്യം വായിക്കാം. 7ാമത്തെ വാക്യം. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ഈ ആർക്കും വേണ്ടാത്ത വിലയില്ലാത്ത കുരുവിയെ സ്വർഗസ്ഥനായ ദൈവം കരുതുന്നെങ്കിൽ വിലയുള്ള നിങ്ങളെ ദൈവം എത്ര അധികം കരുതും? വിചാരപ്പെടരുത് എന്നാണ് യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത്, എൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലൊന്ന് ഇടപെടാമോ? നിങ്ങൾക്ക് യേശു ആരാ? ബാങ്ക് മാത്രമാണോ? അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മാത്രമാണോ? അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരു സോഴ്സ് മാത്രമാണോ? ദൈവത്തെ നമ്മൾ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ചീപ്പാക്കരുത്. നമ്മൾ ഇവിടെ വായ കൊണ്ട് കുറേ വാക്കുകൾ പറയുകയും പുറത്തിറങ്ങിയിട്ട് ജീവിതം കൊണ്ട് യേശുവിനെ അപമാനിക്കുകയും ചെയ്യരുത്. നിങ്ങളെ ദൈവം അറിയുന്നു. എങ്ങനെ അറിയുന്നു? നിങ്ങളുടെ തലയിലെ ഒരു മുടി താഴ്ത്തു വീഴുന്നത് ദൈവം അറിയാതെയല്ല. താഴ്ത്തു വീഴത്തില്ലെന്ന് പറഞ്ഞില്ല. ഇന്നത്തെ പ്രശ്നം അതാണ്, പഠിപ്പിക്കുന്നതാണ് താഴ്ത്തു വീഴത്തില്ലെന്ന്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. താഴ്ത്തു വീഴും, പക്ഷെ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, നമ്മൾ പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തിനാണ് നമ്മെ ഈ കഷ്ടതകളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്? വേദപുസ്തകം പറയുന്നത് കഷ്ടത സഹിഷ്ണുത ഉണ്ടാക്കുന്നു, സഹിഷ്ണുത സിദ്ധത ഉണ്ടാക്കുന്നു. സിദ്ധത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, സ്വഭാവ സവിശേഷത. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ പോലെ ആക്കുവാൻ. ഏതൊരു സുഗന്ധദ്രവ്യം എടുത്താലും അതിൻ്റെ സുഗന്ധം വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ കത്തിക്കണം, അല്ലെങ്കിൽ ചതയ്ക്കണം. അത് കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചതയ്ക്കുമ്പോൾ അതിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരും. ദൈവം നമ്മെ തീച്ചൂളയിൽ കൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. പൗലോസ് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. പലവട്ടം പട്ടിണി,
പലവട്ടം പൈതാഹം. എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? സ്നേഹമില്ലാത്തത് കൊണ്ടോ കരുതലില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്കാൻ വേണ്ടിയാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവ് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരുക്കവും അതിനുള്ള ധൈര്യവും. ദൈവത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ധൈര്യം നമുക്കില്ല. പക്ഷെ ഓർക്കണം, നിങ്ങളെ തേടി എന്നെ തേടി സ്വർഗത്തിലുള്ള എല്ലാ മഹിമകളും വിട്ട് താണഭൂമിയിലേക്ക് വന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോമം താഴ്ത്തു വീഴുന്നില്ല, ഒരു മുടി താഴ്ത്തു വീഴുന്നില്ല. ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മെ അറിയുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് പറയുന്നത്, യേശുവേ, എൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലൊന്ന് ഇടപെടാമോ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഹേ മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായാധിപനും മധ്യസ്ഥനുമാക്കിയതാര്? എന്നിട്ട് പറയണം, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. അടുത്ത വാക്യം നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. എന്താണെന്നറിയാമോ? ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന്റെ ആധാരം. ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന്റെ ആധാരം. നമ്മൾ ചിന്തിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ ചെറിയ പ്രായം മുതൽ കേൾക്കുകയും ചെയ്തത് പണമില്ലാത്തവൻ പിണം. ചില സമയം സങ്കടം വരും, കാരണം അത് ദൈവത്തിൻ്റെ ബൈബിളിൽ പറഞ്ഞ കാര്യം പോലെയാണ് അവരിത് പറയുന്നത്. ജീവിക്കണോ? എന്ത് വേണം? ഒരിക്കൽ ഒരു ധനവാനായ മനുഷ്യൻ, താഴെയാണെന്ന് പറയുന്നത്, ഒരു ധനവാനായ മനുഷ്യന് ആ ആണ്ടിൽ ഇൻക്രിമെൻ്റ് കിട്ടി. അദ്ദേഹത്തിൻ്റെ ശമ്പളം 60,000 ആയിരുന്നു. ആ വർഷം തൊട്ട് 1,00,000 ഇൻക്രിമെൻ്റ് കിട്ടി. അദ്ദേഹത്തിൻ്റെ കൃഷി വളരെയധികം കൊയ്ത്തുണ്ടായി. അത് വെക്കാൻ സ്ഥലമില്ലാതെ കളപ്പുരകളെ പൊളിച്ചു പണിതു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏറിയ ആണ്ടത്തേക്ക് ജീവിക്കാനുള്ളത് സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, തിന്നുക, കുടിക്കുക. പക്ഷെ ഒരു പ്രശ്നം, തിന്നാനുമുണ്ട് കുടിക്കാനുമുണ്ട്. പക്ഷെ തിന്നണോ കുടിക്കണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? പ്രശ്നം ഇതാണ്. ജീവന്റെ ഉടയവൻ നിങ്ങളല്ല, ജീവന്റെ ഉടയവൻ ദൈവമാണ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് അതിന് തിരിച്ചു ചോദിക്കും. ഇപ്പം ഞാനാണ് ഉടയവനെങ്കിൽ എനിക്ക് കുറേ നാളത്തേക്ക് ജീവിക്കാനുള്ളതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഞാൻ കുറേ നാൾ ജീവിക്കാമായിരുന്നു. പക്ഷെ ഇവിടുത്തെ കാര്യം അതല്ല പറയുന്നത്. ഇവൻ ഏറിയ ആണ്ടത്തേക്കുള്ള സ്വരൂപിച്ച് വെച്ചു. അപ്പോൾ ദൈവം പറയുന്നു, ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? വിലയേറിയതിനെ വിലയേറിയതായിട്ട് കാണണം. നമ്മുടെ പ്രാർത്ഥനകളെന്താണ്? നമ്മുടെ പ്രാർത്ഥനകളെന്താണ്? ഈ ബൈബിളിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, പൗലോസ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറയുന്നു, പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. എഫേസ്യ ലേഖനത്തിൽ കൊലോസ്യരെ കാണുന്നു. അതൊന്ന് പരിശോധിക്കുക. അവരൊക്കെ എന്താണ് പ്രാർത്ഥിച്ചത്? കാരണം അവർക്കറിയാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇത്രയേ വിലയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ചപ്പും ചവറും അന്വേഷിച്ചും പ്രാർത്ഥിച്ചും സമയം കളയാൻ അവർക്കില്ല. ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രം എടുക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. അവിടെ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ 16 മുതൽ വായിക്കാമോ? എഫേസ്യർ 1:16 മുതൽ.
നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കേട്ടത്. ഈ പ്രാർത്ഥന നമ്മുടെ കയ്യിൽ തന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രാർത്ഥന? എന്തൊക്കെയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ബാങ്കിൻ്റെ ലോൺ അനുവദിക്കപ്പെടാൻ, പ്രൊമോഷൻ കിട്ടാൻ, വീസ കിട്ടാൻ, ഇൻക്രിമെൻ്റ് കിട്ടാൻ, ഇതൊക്കെയാണ് പൗലോസിൻ്റെ പ്രാർത്ഥന വിഷയം. ഞാനൊരു എക്സാമ്പിൾ മാത്രം എടുത്തേ, ഇനി കൊലോസിലേക്ക് കിടക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നാമത്തേത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. രക്ഷിക്കപ്പെട്ടപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ അറിയാനുള്ള അവകാശവും അതിനുള്ള കഴിവും നിങ്ങൾക്ക് ലഭിച്ചു എന്നേ ഉള്ളൂ. അതിലൊരു വളർച്ച ഉണ്ടാകണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പിന്നെന്താ വേണ്ടത്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവ് ലഭിക്കണം. ജ്ഞാനം. എന്ത് ജ്ഞാനം? വേദപുസ്തകം 2 ജ്ഞാനങ്ങളെ കുറിച്ച് പറയുന്നു. ദ വിസ്ഡം ഫ്രം എബവ് ആൻഡ് ദ വിസ്ഡം ഫ്രം ബിലോ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. 2 ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. പിന്നെന്താണ്? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്ന്. കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മഹിമാധനമുണ്ട്. അന്ന് എനിക്കത് കിട്ടും, നമുക്കത് കിട്ടും. നമ്മുടെ കണ്ണുനീര് മുഴുവൻ തുടയ്ക്കും. ആരെ കണ്ണുനീര് തുടയ്ക്കാൻ പോകുന്നേ? കർത്താവ്. കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണുനീര് വേണം. ഇപ്പം നിങ്ങൾ 10 പേരുടെ അടുത്ത് വന്നു, 2 പേരുടെ കണ്ണിൽ കണ്ണുനീരുണ്ട്, അത് ഞാൻ തുടച്ചു. ബാക്കി 8 പേരെ തുടച്ചു. കാരണം എന്താ? കണ്ണീരില്ല. കണ്ണീരുണ്ടെങ്കിൽ തുടയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പിന്നെന്താണ്? നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. നമ്മൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ദ്രവ്യാഗ്രഹരായിത്തീരുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്നു. ഇത്ര രൂപ ഞാൻ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ, ഇത്ര രൂപ എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ എങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും? ദൈവം കരുതുന്നവൻ ആ ശക്തിയുള്ള അളവറ്റ ആ വലിപ്പം, അതിൻ്റെ വലിപ്പം ഒന്ന് അറിയാൻ കഴിയണേ. ഇതൊക്കെയാണ് പൗലോസിന്റെ പ്രാർത്ഥന. കാരണം എന്താ? പൗലോസിനറിയാം വരാനുള്ള കാര്യങ്ങളുടെ വില. ഈ ലോകത്തിനു വേണ്ടി അല്ല പൗലോസ് കർത്താവിൽ വിശ്വസിച്ചത്. ഈ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പൗലോസിന് ഈ ലോകത്തിൽ എന്താ കിട്ടി? ഈ ചരിത്രം പറയുന്നത് പൗലോസിന്റെ പിതാവ് ഒരു ധനാഢ്യനായ മനുഷ്യനെന്നായിരുന്നു. ആ ധനാഢ്യനായ മനുഷ്യൻ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മകൻ, യഹൂദ സമൂഹത്തിൽ വളരെ ഉയർന്ന പദവി, ചിലർ പറയും സന്നദ്ധി സംഘത്തിൽ അംഗമായിരുന്നു എന്നാണ് പറയുന്നത്. ജ്ഞാനി, ഫെലിക്സ് അല്ലേ പറയുന്നത്, ജ്ഞാന ബഹുത്വത്താൽ നിനക്ക് വട്ടുപിടിച്ചെന്നാ തോന്നുന്നതെന്നാണ് പറയുന്നത്. അത്ര ജ്ഞാനി. പക്ഷെ കർത്താവിനെ സേവിച്ചുകൊണ്ട് എന്ത് കിട്ടി? നിന്ന, പലവട്ടം പട്ടിണി. അത് ഏറ്റവും തമാശ, ഒരിക്കൽ അദ്ദേഹം റോമിലേക്ക് കപ്പലിൽ പോവുക. സുവിശേഷ നിമിത്തമാണ് ഈ ചങ്ങല. അങ്ങനെ കപ്പൽ തകർന്നു. അത് പോട്ടെ, കർത്താവിൻ്റെ മകനാണ്, അത് കപ്പൽ തകർന്നു. ഒരുവിധം നീന്തി കരയിൽ കയറിയപ്പോൾ കയ്യിൽ അടലിക്കും, പാമ്പ് ചുറ്റി. ജീവിതത്തിൽ എന്തൊക്കെ കയ്പുകൾ സമ്മാനിച്ചു. പക്ഷെ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നമുക്കൊന്ന് വായിക്കാം.
കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 4:10. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ മരണം എപ്പോഴും ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരുന്ന അപ്പോസ്തലന്മാർ. കാരണം അവർക്കറിയാം യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിച്ചുകൊണ്ട് നടന്നാൽ മാത്രമാണ് യേശുവിൻ്റെ ജീവൻ ശരീരത്തിൽ ഇറങ്ങുകയുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവൻ്റെ മരണത്തിൽ, ഈ യേശുവിൻ്റെ മരണം എന്ന് പറയുമ്പോൾ പിതാവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് നിലവിളിക്കാൻ കാരണമായി തീർന്ന അതികഠിനമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയി. അത് ശരീരത്തിൽ എപ്പോഴും വഹിക്കുകയാണ്. പൗലോസ് വേറെ ഭാഗത്ത് പറയുന്നതാണ്. പക്ഷേ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൽ നിന്നുള്ള സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുക. ദൈവത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരികയാണ്. അത് കാണാൻ കണ്ണ് തുറക്കണേ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് 2 വിധത്തിൽ കാര്യങ്ങളെ കാണാം. അക്ഷരീകമായി കാണാം, ദൈവം കാണുന്നത് പോലെ കാണാം. ദൈവം കാണുന്നത് പോലെ കാണാത്തത് കൊണ്ടാണ് പരീശന്മാരൊക്കെ തെറ്റിപ്പോയത്. കർത്താവ് പറഞ്ഞ പല വാക്കുകളും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു. കാര്യം അവർ അതിനെ അക്ഷരീകമായിട്ടാണ് കണ്ടത്, ദൈവം കാണുന്നത് പോലെ. യേശുവിൻ്റെ അടുക്കൽ വന്ന ആ മനുഷ്യനെ പോലെ നാം കേവലം ഈ ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം കർത്താവിൽ പ്രത്യാശിക്കുക. തീർച്ചയായും വലിയവനായ ദൈവം നമ്മുടെ രോഗങ്ങൾക്ക് മതിയായവനാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ്, നമ്മുടെ ഏകാന്തതകൾക്ക് മതിയായവനാണ്. പക്ഷേ അതിനു വേണ്ടി മാത്രമല്ല ഞാൻ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അതൊക്കെ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുവാണ് എപ്പോൾ ഈ വരാനുള്ള തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ, വരാനുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു ധനാഢ്യനായ മനുഷ്യൻ ആഡംബരപൂർണമായി ജീവിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിക്കൽ ലാസർ എന്ന് പറഞ്ഞൊരു ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു. അയാളെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇങ്ങനെ നേരമില്ല. ഈ ധനാഢ്യനായ മനുഷ്യൻ ആഡംബരത്തോടെ ജീവിച്ചു പോകുന്നു. പക്ഷെ ഒരു ദിവസം മരിച്ചു. മരിച്ച അദ്ദേഹം യാതനാസ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വിവരമുണ്ടായി, പക്ഷെ പ്രയോജനമില്ല. അവിടെ ചെന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ തിരിച്ചു ചെന്ന് ഈ കാര്യം മറ്റുള്ളവരോടൊന്ന് പറയട്ടെ. ഈ ധനാഢ്യനായ മനുഷ്യൻ യാതനാ സ്ഥലത്ത് പോയി കഷ്ടം അനുഭവിക്കുക. എന്താ കഷ്ടം എന്നറിയാമോ? ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അദ്ദേഹം ചോദിക്കുന്നു, ഒരു തുള്ളി വെള്ളം തരാൻ. ഒരു ഗ്ലാസ് വെള്ളം തരാനൊന്നുമല്ല, ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം നാവി തുള്ളി. ആ കഷ്ടതയിൽ കിടന്ന് അദ്ദേഹത്തിന് ഒരവസരം ദൈവം കൊടുത്തു എന്ന് ചിന്തിക്കുക. ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് തൻ്റെ ജീവിതം ഈ കർത്താവിനെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നവനായിരിക്കുമോ? ഇല്ല. അവൻ പാഠം പഠിച്ചു. അവനറിയാം ഈ ജീവിതം താൽക്കാലികമാണ്. വരാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ഈ ലോകത്തിന് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കരുത്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരും. ഞാൻ കർത്താവിന് ഏകാഗ്രമായി പോവുകയാണ്. പൗലോസ് ഒരു ഭാഗത്ത് പറഞ്ഞു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ സാത്താൻ ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുമോ മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന്. ക്രിസ്തു 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 ക്രിസ്തു. എനിക്ക് വലിയ ദുഃഖത്തോടും വേദനയോടെ ഞാൻ പറയുന്നത്, വിശ്വാസികളുടെ ഇടയിൽ പ്രാർത്ഥന എടുത്താൽ, ഉപവാസം എടുത്താൽ,
ഈ ആരാധിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എന്തെങ്കിലും കിട്ടാൻ നമ്മൾ ചെയ്യത്തില്ല. എന്തെങ്കിലും കിട്ടണം. ആരാധിക്കുമ്പോഴും എന്തെങ്കിലും കിട്ടണം. എന്താണ്? വിടുതൽ കിട്ടും. ഒന്നും കിട്ടാതെ, ഒന്നും കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. യേശുവിനോടുള്ള പ്രേമം നിമിത്തം, സ്നേഹം നിമിത്തം ഒന്ന് ആരാധിച്ചു നോക്കി. ഒരമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവള് പഠിച്ച് വലിയവളായി അവൾ എനിക്ക് ഒരു മാസം 10,000 രൂപ തരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകുമ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മളോട് പറയും, സാറേ ഒരു ദോശ കൂടി കഴിക്കുക. അതെന്താ? 3 ദോശ കഴിച്ചാൽ 30 രൂപ, 5 ദോശ കഴിച്ചാൽ 50 രൂപ. അത് കച്ചവടം. ക്രിസ്തുവിനോടുള്ള പ്രേമം. ഒരു പഴയൊരു പാട്ടുണ്ട്, യു ടേക്ക് ദ ഹോൾ വേൾഡ് ബട്ട് ഗിവ് മീ ജീസസ്. നീ ലോകമൊക്കെ എടുത്തോ, പക്ഷെ എനിക്ക് യേശുവിനെത്താം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ ചുറ്റും കർത്താവിൻ്റെ വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. വിശുദ്ധ വേദപുസ്തകം പറയുന്ന അന്ത്യകാലത്ത് ദുർഘട സമയം വരും, മനുഷ്യർ സ്വസ്നേഹികളാകും. ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന സ്വസ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. പ്രസംഗമെടുത്തോ, പാട്ടെടുത്തോ, ആരാധനയെടുത്തോ, സ്വസ്നേഹം. എൻ്റെ കാര്യം നടക്കണം, എനിക്കെന്തെങ്കിലും കിട്ടണം. ഉത്തമഗീതത്തിലൊരു സംഭവമുണ്ട്. ശൂലേമി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് അവളുടെ പ്രാണപ്രിയനോട് വലിയ സ്നേഹമാണ്. അപ്പോൾ ഇവളൊരു ദിവസം നോക്കിയപ്പോൾ പ്രാണപ്രിയനെ കാണാനില്ല. അപ്പോൾ ഇവൾ പ്രാണപ്രിയനെ അന്വേഷിച്ച് പോവുക. അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇവളുടെ മൂടുപടം പട്ടാളക്കാർ അല്ലെങ്കിൽ പടയാളികൾ എടുത്തു കളഞ്ഞു. ഈ മൂടുപടം എടുത്തു കളയാന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് തുല്യമാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ ശരീരം മുഴുവൻ അടിച്ച് മുറിവേൽപ്പിച്ചു. അവളെ പരിഹസിച്ചു, അവളെ അടിച്ച് മുറിവേൽപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളാണെങ്കിലും ആ മുറിവിൻ്റെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും വാട്സാപ്പ്. ഞാൻ ഏതോ വലിയ സംഭവം. ഈ സ്ത്രീ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ പ്രാണപ്രിയരെ കണ്ടോ? പരിഹാസവും അടിയുമേറ്റിട്ടും അവളുടെ അന്വേഷണം എൻ്റെ പ്രാണപ്രിയനെ കണ്ടോ. എന്തുകൊണ്ട് അവൾക്ക് അടിയേറ്റിട്ടും നിന്ദിക്കപ്പെട്ടിട്ടും അവൾ പ്രാണപ്രിയനെ തേടുന്നു? കാരണം ആ പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിൽ അവൾ ഒരു അന്ധയായിത്തീർന്നു. അവളുടെ കാര്യം കാണാൻ കഴിയാത്ത വിധത്തിലായിത്തീർന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ശത്രു സംഹാര പൂജ ഉണ്ടായിരുന്നു, ഉദ്ദിഷ്ടകാര്യ പൂജ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആള് മാറി നോത്തോളം സംഭവം അത് തന്നെ. എന്തിനാ യേശുവിനെ സേവിക്കുന്നത്? ദീപസ്തംഭം, മഹാശിര്യം എനിക്കും കിട്ടണം. നമുക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഭവനം ഒരുക്കി തീർത്തു കഴിഞ്ഞാൽ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർക്കാം. നമുക്ക് പോണം, അക്കരെ നാട്ടിലേക്ക് പോണം. ഒരു നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. നമ്മെ രക്ഷിക്കാൻ സ്വർഗത്തിലെ എല്ലാ മഹിമകളും വിട്ട് ഭൂമിയിലേക്ക് വന്ന ആ യേശുവിനെ സ്നേഹിക്കുക, ആ യേശുവിൻ്റെ പുറകെ പോവുക. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവിനറിയാം, അത് കർത്താവ് നടത്തിക്കോളും. പക്ഷെ ആവശ്യത്തിന് വേണ്ടിയല്ല കർത്താവിനെ സേവിക്കുന്നത്. കർത്താവിനെ സേവിക്കാൻ വേണ്ടി, കർത്താവിനോട് സ്നേഹത്തിൽ. അത് കാണുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കും. നമ്മൾ സ്വാർത്ഥരാകരുത്. അന്ത്യകാലത്ത് മനുഷ്യ സ്വസ്നേഹികളാകും. ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വ്യത്യസ്തമായ ജീവിത ഭാരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ വലിയവനായ കർത്താവിനെ അറിയാനുള്ളൊരു ഭാഗ്യം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ലഭിച്ചു. ഇനി കർത്താവിനോടുള്ള സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവരായി അതിൻ്റെ പുറകെ നാം പോകുക, കർത്താവിൻ്റെ പുറകെ പോകുക. കർത്താവ് വിശ്വസ്തൻ. ഏകനീ
കൃപ യേശുവേ, ഏകണേ കൃപ യേശുവേ. കാരുണ്യവാനേ ദേവ ചാരിടുന്നങ്ങിൽ, ദേവ ചാരിടുന്നങ്ങിൽ. ഏകണേ കൃപ യേശുവേ, ഏകണേ കൃപ യേശുവേ. കാരുണ്യവാനേ ദേവ ചാരിടുന്നങ്ങിൽ, ദേവ ചാരിടുന്നങ്ങിൽ. ഇരുളുമൂടും മന്ധ്യകാലം, പലരും വീഴുന്നു, ലക്ഷ്യം തെറ്റിയോടുന്നു. നാഥ വെളിച്ചമേകണമേ, നാഥ വെളിച്ചമേകണമേ. ഏകണേ കൃപ യേശുവേ, ഏകണേ കൃപ യേശുവേ. കാരുണ്യവാനേ ദേവ ചാരിടുന്നങ്ങിൽ, ദേവ ചാരിടുന്നങ്ങിൽ. വചനശക്തി മങ്ങിടുന്നു, വ്യാജം പെരുകുന്നു, ലോകം വലുതായി എണ്ണുന്നു. അവർ കരുണ തോന്നണമേ, ദേവ കരുണ തോന്നണമേ. ഏകണേ കൃപ യേശുവേ, ഏകണേ കൃപ യേശുവേ. കാരുണ്യവാനേ ദേവ ചാരിടുന്നങ്ങിൽ, ദേവ ചാരിടുന്നങ്ങിൽ.